ആസിഫ് അലിയുടെ 50 കോടി ക്ലബ് താണ്ടിയ ഏറ്റവും പുതിയ ചിത്രമാണ് രേഖാചിത്രം. ഏതാണ്ട് 55-60 കോടിക്കുള്ളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെന്നാണ് സിനിമ ട്രാക്കിംഗ് സൈറ്റായ സാക്ലിക്കിൻ്റെ റിപ്പോർട്ടുകൾ. ചിത്രത്തിൻ്റെ OTT റിലീസാണ് ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആസിഫ് അലിയെ കൂടാതെ അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ജഗദീഷ്, സായ് കുമാർ, മേഘ തോമസ് തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കാവ്യ ഫിലിംസ് കമ്പനിയും ആൻമെഗ മീഡിയയും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം. ജോഫിൻ ടി ചാക്കോ സംവിധാനം നിർവഹിച്ച ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാമു സുനിലും ജോൺ മന്ത്രിക്കലുമാണ്. ഒരു ഡ്രാമ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രം മികച്ച ഒരു ദൃശ്യാനുഭവം തന്നെയാണ് പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. സസ്പെൻഷനിലായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റീജോയിൻ ചെയ്യുമ്പോൾ 40 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു മർഡർ കേസ് റീഓപ്പൺ ചെയ്ത് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന മിസ്റ്ററി പുറത്തു കൊണ്ടുവരുന്ന കുറച്ച് ട്രിക്സ് ആൻഡ് ടേൺസ് ഒക്കെ ആവിഷ്കരിച്ചിരിക്കുന്ന ചിത്രമാണ് രേഖാചിത്രം. ഏതാണ്ട് 4 ആഴ്ചകളോളം തിയേറ്ററിൽ ഓടിയ ചിത്രം 30 കോടി മേലെയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ നേടിയത്. ഓവർസീസ് കളക്ഷൻ 24.3 കോടിയും അങ്ങനെ മൊത്തം വേൾഡ് വൈഡ് 55 കോടിയാണ് ചിത്രത്തിൻ്റെ ആകെ മൊത്തം കളക്ഷൻ പറയുന്നത്. എന്തായാലും ചിത്രം ഇപ്പോൾ OTTയിൽ എത്തിയിരിക്കുകയാണ്. മാർച്ച് 14-ാം തീയതി സോണി ലിവ് വഴിയാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് OTTയിൽ എത്തുന്നത്. എന്തായാലും കാണാൻ പോകുന്നവർ, കണ്ടവരൊക്കെ സിനിമയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായമൊന്ന് കമൻറ്റിൽ അറിയിക്കുക. കാണാൻ കാത്തിരിക്കുന്നവരും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റും OTT റിലീസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.